എല്ലാ കടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മന്ന് ചെയ്യാൻ പോണേ കാടിറങ്ങി നാട്ടിലിറങ്ങിയ ഒരു പുലിക്കുട്ടിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോണേ. നമ്മളെ അശോക് ലൈലാൻഡിന്റെ ചീറ്റ ബസ്സാണ് ചെയ്യാൻ പോണേ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ടിലത്തെ ലുക്ക് പറയുകയാണെങ്കിൽ അബ്ബാറ ലുക്ക് തന്നെയാട്ടോ. നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീലിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു അബ്ബാറ ലുക്ക് തന്നെ നമുക്ക് ഇടുന്നുണ്ട്. മോളിൽ നിന്നുള്ള ടോപ്പിൽ നിന്നുള്ള ഇത് നോക്കുകയാണെങ്കിൽ വലിയൊരു വൈപ്പറുകൾ മോളിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുയിലൻസ് എന്ന് പറഞ്ഞിട്ട് അവർ നെയിം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലെറ്ററിങ്ങും കാര്യങ്ങളും അടിപൊളി ലെറ്ററിങ്ങും കാര്യങ്ങളാണ് എടുത്ത് കാണിക്കുന്ന ലെറ്ററിങ് ആണ് ചെയ്തേക്കണം. അതുപോലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നല്ല വലിയ ഒരു ഗ്ലാസ്സും അതുപോലെ രണ്ട് സൈഡിലേക്കും ബെൻഡായി വരുന്ന ഗ്ലാസ്സുകൾ കൊടുത്തേക്കണേ. അതുപോലെ കൊമ്പ് സ്റ്റീൽ പൈപ്പിലാണ് കൊമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്ലാസ്സിന് താഴെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ബാർ സ്റ്റീലിൻ്റെ ബാറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രില്ല് അടിപൊളി ഒരു ഗ്രില്ല് തന്നെ കൊടുത്തേക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ ഹാഫ് ബോൾ വെച്ചിട്ടാണ് ഗ്രില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തേക്കണം. അതുപോലെ ഈ ഹണി ഗ്രില്ലാണ് കൊടുത്തേക്കണത്. അടിപൊളി ഒരു നല്ലൊരു ലുക്കിൽ തന്നെ ഈ ഗ്രില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തേക്കണേ. അതിപ്പോൾ നമ്മൾ പൊക്കി വെച്ചേക്കണം, താത്താനും പൊക്കാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ KGF എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്റ്റിക്കറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് വരുമ്പോൾ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് അടിപൊളി ലുക്കിൽ നല്ലൊരു സ്റ്റിക്കർ തന്നെ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു ഡിസൈനിലൊക്കെയാണ് ചെയ്തേക്കണം. 6 ഹെഡ് ലൈറ്റാണ് വരുന്നത്. ചെറിയൊരു ഇൻഡിക്കേറ്റർ ഈ മൂലയിലായിട്ടാണ് കൊടുത്തേക്കണേ. അതുപോലെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബമ്പറിൽ തന്നെ നമുക്കൊരു വലിയ ഇൻഡിക്കേറ്റർ തന്നെ കൊടുത്തേക്കണേ. LED-യിലുള്ള ഇൻഡിക്കേറ്ററുകളും കാര്യങ്ങളാണ് കൊടുത്തേക്കണം. SS-ന്റെ ബാറുകൾ തന്നെ കൊടുത്തേക്കണം. അതിൽ നമ്മൾ ഫോഗ് ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ മഞ്ഞും കാര്യങ്ങളും കൂടുതലുള്ള കാരണമാണ് ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഹാഫ് ബോൾ തന്നെ ഇതിലും സെറ്റ് ചെയ്തേക്കണത്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി ലുക്കിൽ തന്നെ ചെയ്തേക്കണത് കേട്ടോ. ഇവിടെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബമ്പറിൽ നമ്മൾ ഈ മൂലയിൽ വരുമ്പോൾ കെയലൈറ്റ് തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു ബ്രാൻഡ് ബാഡ്ജും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കുകളും കാര്യങ്ങളും വരുന്നത്. ഇന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ആർച്ചിങ്ങും കൊടുത്തിട്ട് വാട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് തുടങ്ങി ബാക്ക് വരെ സ്റ്റീലിൻ്റെ ഷീറ്റിലെല്ലാം ചെയ്തേക്കണം. ഒരു ചെറിയ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലുമിനിയത്തിൻ്റെ ഒരു ബീഡിങ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിൽസും നമ്മുടെ മിറർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മിററുകൾ തന്നെ കൊടുത്തേക്കണേ. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മെറ്റാലിക് പെയിൻ്റ് ആയിട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബോഡിയിലേക്ക് വരുമ്പോൾ സെൻട്രലായിട്ട് നമുക്കൊരു വലിയൊരു ബീഡിങ്ങും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചവിട്ടാൻ വേണ്ടിയിട്ട് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു ഹോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. വീലാർച്ചും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നല്ല ഒരു സ്റ്റീൽ ഫിനിഷിൽ തന്നെ വീലാർച്ചും കാര്യങ്ങളും കൊടുത്താണ്. ഇപ്പം നല്ല തിളക്കം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സ്റ്റീൽ തന്നെയായിട്ട് ചെയ്തേക്കണം. നമ്മുടെ ഈ വണ്ടിയുടെ കളർ കോഡ് വരുന്നത് ബ്ലൂവും 3 ലൈൻ അടിയിൽ വൈറ്റും ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെയായിട്ട് ഡീസൽ ടാങ്കിന് വേണ്ടിയിട്ട് ഒരു ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന് കൊടുക്കുന്ന രീതിയിലുള്ള കേരിയറും കാര്യങ്ങളാണ് കൊടുത്തേക്കണേ. പിന്നെ നമ്മുടെ അടിയിലേക്ക് വരുമ്പോൾ സ്റ്റീലിൽ തന്നെയാണ് റോഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ കേട്ടോ. പിന്നെ നമുക്കൊരു റിഫ്ലക്ടർ മഞ്ഞ റിഫ്ലക്ടർ സൈഡിൽ മൊത്തമായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂട്ടും കാര്യങ്ങളാണ് ഈ എഴുതിയേക്കണത്. പിന്നെ അതുപോലെ നമ്മൾ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ലയൻസിൽ ബസ് ഫാൻസ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഏറ്റവും ബാക്കിലേക്ക് ഈ ടോപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തു. ബോഡിയുടെ സെൻറ്ററിലേക്ക് ആയിട്ട് വരുമ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ എടുത്ത് പിടിച്ച് നിൽക്കുന്ന ലുക്കാണ്. നമ്മൾ തൃശ്ശൂർക്കാർ ഒരു കാര്യം പറയും ആനച്ചന്ത എന്ന് പറയും. അതുപോലെയാണ് ഈ ബസ്സിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പിടിച്ചിരിക്കണ ബാക്ക് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് നോക്കണമെങ്കിൽ ടോപ്പായാലും ബോട്ടായാലും റൗണ്ട് ഷേപ്പിൽ ആർച്ച് ഷേപ്പിലാണ് നമ്മുടെ ഗ്ലാസ് കൊടുത്തേക്കണത്. അതുപോലെ നമ്മുടെ ടൈൽ ലൈറ്റും കാര്യങ്ങളും ഒരു 5 ടൈൽ ലൈറ്റാണ് കൊടുത്തേക്കണത്. ഇപ്പോൾ നല്ല LED നല്ല കാണാൻ നല്ല രസമുണ്ടാ. നല്ല അടിപൊളി LED ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തേക്കണത്. അതുപോലെ നമ്മുടെ ലാഡറും കാര്യങ്ങളും നമ്മുടെ കേരിയറിലേക്കുള്ള ലാഡറും കാര്യങ്ങളും സ്റ്റീലിൽ തന്നെയാണ് കൊടുത്തേക്കണത്. പരമാവധി ഈ വണ്ടിയിൽ മെയിൻ്റനൻസും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടി സ്റ്റീൽ തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ റൂട്ടിന് വേണ്ടിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബമ്പർ മെറ്റൽ തന്നെ ചേർന്ന നല്ല
ഹെവി ബമ്പറുകൾ തന്നെ ചെയ്തേക്കണം. അതിൽ തന്നെ നമുക്കൊരു പാർക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ സെൻട്രലായിട്ട് നമുക്കൊരു നല്ലൊരു കർവോട് കൂട്ടിയിട്ട് ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ അറ്റം വരെയായിട്ട് നമുക്കൊരു സ്റ്റെപ്പിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ബമ്പറിൽ ഇപ്പോൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കട്ടിങ്ങും കർവോട് കൂടിയിട്ട് ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിലാണ് ബമ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ കണ്ട സെയിം കാഴ്ചകൾ തന്നെ നമുക്ക് ഇപ്പുറത്തും കാണുന്നത്. ഇവിടെയായിട്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡോറ് എയർ ഡോറുകളായിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 ഡോറും എയർ ഡോറുകളായിരുന്നു. മുമ്പത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് മറ്റേ തുറക്കണ ഡോറുകളായിരുന്നു. ഇതിപ്പോൾ ഡ്രൈവർക്ക് ഫ്രണ്ടിലിരുന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള എയർ ഡോറുകളായിട്ട് കൊടുത്തേക്കണേ. ഇപ്പോൾ ഹാഫ് ഗ്ലാസ് ആണ് ഇട്ടേക്കണത്, കൂളിംഗ് ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പടിയുമ്പളേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. എമ്മും കാര്യങ്ങളൊക്കെ ഓൾട്രേഷൻ ചെയ്ത് മാറ്റിയതാട്ടോ. അതുപോലെ നമ്മൾ ഈ വണ്ടി മൊത്തം ബോഡിയൊക്കെ മാറ്റിയിട്ട് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും എയർ ഡോറുകളും കാര്യങ്ങളും തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ. അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മിറർ നോക്കുകയാണെങ്കിൽ 2 മിററുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ക്വാർട്ടർ ഗ്ലാസ് ചെറുത് അപ്പർ സൈഡിൽ കണ്ട സെയിം രീതിയിലുള്ള ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ആർച്ച് ഓണറും കാര്യങ്ങളുടെയും നെയിമും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇൻറ്റീരിയലൊന്ന് കാണാട്ടാ. നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പാണ് കൊടുത്തേക്കണം. അതിപ്പോൾ നമ്മൾ പ്ലൈവുഡിൽ അലുമിനിയം ഷീറ്റുകൾ അടിച്ചിട്ട് ഇതിവിടെ ഈ ഷീറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സൈഡിലായിട്ട് നല്ല ഗ്ലേസിങ്ങിനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഷീറ്റുകളായിട്ട് അടിച്ചു കൊടുത്താണ്. അതുപോലെ നമുക്ക് ഡോർ ഇവിടെ പിടിച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടവർ ബോൾട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ 2 ഹാൻഡിൽസും ഇപ്പുറത്തും സ്റ്റീലിൻ്റെ ഷീറ്റ് തന്നെ അടിച്ചു കൊടുത്ത് 2 ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡോറിൻ്റെ ഉള്ളിൽ വരുന്ന കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പൊരി ലുക്ക് തന്നെയാട്ടോ. സ്റ്റീൽ വർക്കും അതുപോലെ നമ്മുടെ ടോപ്പൊക്കെ ഹൈലൻഡ് ഷീറ്റ് വെച്ചിട്ട് ശരിയാണ് ഒരു നല്ല തിളക്കത്തിൽ തന്നെ വണ്ടി സെറ്റ് ചെയ്തേക്കണേ. ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്ഥിരം എല്ലാ വണ്ടിക്കും കണ്ടുവരുന്ന പോലെ തന്നെ ബാറ്ററിയുടെയും ടൂളിൻ്റെയും ബോക്സുകളാണ് കൊടുത്തണേ. പിന്നെ ഷട്ടർ ബോഡിയായിട്ട് വരണേ. അതുപോലെ ഈ ഷട്ടറിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഷീറ്റുകൾ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പ് വരുന്നത് 2 കളറിലാണ്, റെഡും ബ്ലൂ ആയിട്ടാണ് ചെയ്തേക്കണേ. പിന്നെ ഒരു പിങ്ക് മയം തന്നെയാട്ടോ വണ്ടിയുടെ ഉള്ളിൽ എന്ന് പറയണേ. വൈകുന്നേരമൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് തന്നെയാട്ടാ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രൈവറെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ കയറിയിട്ട് അതുപോലെ നമ്മുടെ ചുള്ളത്തികളൊക്കെ കയറിയിട്ട് ഇവിടെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കയറിയിട്ട് ഇത് ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കണ ഭയങ്കര ഒരു സുഖമാണ് ഇതിങ്ങനെ പിടിച്ചിക്കുക എന്ന് പറയുന്നത്. ഒരു ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന ആടും. സീറ്റും കാര്യങ്ങളും നോക്കണേ, അടിപൊളി സീറ്റും കാര്യങ്ങളും കൊടുത്തേ. 48 സീറ്റാണ് വരുന്നത്. അതുപോലെ അടിപൊളി കുഷ്യനെ തന്നെ കൊടുത്തേ. ഇപ്പോൾ വെൽവെറ്റിലാണ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. നമുക്കിപ്പോൾ അടിപൊളി നന്നായി കയറി ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിരിക്കാനും കാര്യങ്ങളും പറ്റും. അതുപോലെ അതിന് ഹാൻഡിൽസും കാര്യങ്ങളും പൗഡർ കോട്ട് ചെയ്തിട്ട് ഐലൻഡ് ഷീറ്റിൽ സെയിം കളർ തന്നെയാണ് കൊടുത്തേക്കണേ. അതുപോലെ ബെർത്ത് വരുന്നത് നമ്മുടെ ഫ്രണ്ട് തുടങ്ങി ഏകദേശം ബാക്ക് വരെ തന്നെ സ്റ്റീലിൻ്റെ പൈപ്പിൽ നല്ല ബെർത്തും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പിടിക്കണ കമ്പി ആയാലും നമ്മൾ സ്റ്റീലിൽ തന്നെ ചെയ്തേക്കണേ. കുത്തുകമ്പിയും കാര്യങ്ങളൊക്കെ സ്റ്റീലിൽ തന്നെ വർക്ക് ചെയ്തേക്കണേ. ടോപ്പിൽ ലൈറ്റുകൾ കംപ്ലീറ്റ് LED കാര്യത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നോക്കണമെങ്കിൽ നല്ല പ്ലൈവുഡാണ് കൊടുക്കണം, മറൈൻ പ്ലൈവുഡാണ് കൊടുക്കണത്. ബസ്സിന് കൂടുതലായിട്ട് ഈ പ്ലൈവുഡും കാര്യങ്ങളാണ് അടിച്ചു കൊടുക്കാറ്. അതുപോലെ നമുക്ക് ഒരു സംശയമുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പൊന്തി നിൽക്കണ്ടല്ലോ. എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. വീലുകളാണ് വരുന്നത് കേട്ടോ, മഡ് ഗാർഡുകളാണ് ഇത് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അടിപൊളി വലിയൊരു ഗ്ലാസ് തന്നെയാണ് കൊടുത്തേക്കണത്. അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ റോഡ് ഇട്ട് പോലെ നമ്മുടെ കണ്ടക്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എയർ ഡോറിൻ്റെ മെഷീനുകളാണ് ഈ ബോക്സിലും കാര്യങ്ങളും വരുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ കൂട്ടുകാരായിട്ട് ഇപ്പോൾ നേരം പോക്കൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഇങ്ങനെ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ട്രിപ്പുകൾ പോകാറുണ്ട്. പക്ഷേ ട്രിപ്പുകൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തിക്കാണ്. നമ്മൾ ഈ അറ്റത്തിരുന്നിട്ട് കാറ്റ് കൊള്ളാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു പ്രത്യേക ഫീൽ തന്നെയാട്ടോ. നമുക്കിപ്പോൾ ഈ ബസ്സിൽ ഒരു പാട്ടും അതുപോലെ ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തണം. പക്ഷേ ഇതിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഡോർ തന്നെ നമ്മൾ ഉള്ളിൽ കണ്ട സെയിം ഐലൻഡ് ഷീറ്റും കാര്യങ്ങളാണ് കൊടുത്തേക്കണേ. ഡോറിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളും ഇതാണ് വരുന്നത്. നമുക്കിവിടെ ഡ്രൈവർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിലും കാര്യങ്ങളും ഈ ഡോറിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നല്ല അടിപൊളി സ്റ്റിയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈലാൻഡിന് കാണുന്ന ഒരു ലോഗിങ് കാര്യങ്ങൾ ഇതിന്റെ സെന്ററിലായിട്ട് വരുന്നുണ്ട്. ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത് നല്ലൊരു പിങ്ക് ഫിനിഷിൽ തന്നെ കൊടുത്ത മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് പോലെയാണ് സെറ്റ് ചെയ്തേക്കണത്. അതുപോലെ 2 എയർ ടാങ്കിന്റെ മീറ്ററുകൾ, അതേപോലെ ഹീറ്ററിന്റെ, അതുപോലെ നമ്മുടെ സ്പീഡോമീറ്റർ, ചാവിയും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ സ്റ്റാർട്ടിങ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാറ്ററിയുടെ ഓയിലിൻ്റെ മീറ്ററുകളും ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണം. എയർ ഡോറിൻ്റെ ലിവറുകളാണ് ഈ രണ്ടും വന്നത്. ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറിൻ്റെ ലിവറുകൾ ഇവിടെ തന്നെ ഡ്രൈവർക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തായിട്ട് ഒരു ചെറിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ റേഡിയേറ്ററിലേക്ക് വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡോറ്. അപ്പുറത്ത് വെച്ചാൽ ഹൈഡ്രോളിക് ഓയിലാണ് കൊടുത്തത്. പവർ സ്റ്റിയറിങ്ങിലേക്കുള്ള ഹൈഡ്രോളിക് ഓയിൽ ഒഴിക്കാനുള്ള ക്യാനാണ് അപ്പുറത്ത് കൊടുത്തത്. അതുപോലെ നമ്മുടെ ബോണറ്റ് നോക്കണേ, ഒരു ഫ്ലാറ്റ് ടൈപ്പ് ബോണറ്റുകളാണ് കൊടുത്തത്. നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പൊന്തി നിൽക്കുന്ന ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റ് ടൈപ്പിലുള്ള ബോണറ്റാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണം. അത് ബോണറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തുറക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ജീപ്പിനൊക്കെ കണ്ടുവരുന്ന പോലത്തെ സെയിം ക്ലിപ്പുകളാണ് ഇതിന് നൽകി. ഓഫിനും കാര്യങ്ങൾക്കായിട്ട് ഓഫ് ലിവർ പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡാണ്. 5 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. നമ്മുടെ ഒരു ബെൻസിൻ്റെ ആണ് ഈ ഗിയർ ലിവറും കാര്യങ്ങളും കൊടുത്തത്. പ്ലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടിപൊളി ഗിയർ ലിവറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു ഫ്യൂസ് സെറ്റും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ ഡ്രൈവറുടെ മൊബൈൽ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. ടോപ്പിലുള്ള ലൈറ്റും അതുപോലെ പുറത്തുള്ള ലൈറ്റുകൾക്കും സ്വിച്ചുകളും ഫ്യൂസ് സെറ്റും ഒക്കെയാണ് ഈ ബോക്സുകളിൽ വന്നേക്കണത്. അതുപോലെ പുറത്തായിട്ട് നമുക്ക് ഒരു വലിയൊരു ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീരിയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പിലായിട്ട് നമുക്ക് 2 ബോക്സുകളാണ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സെൻറ്ററിലായിട്ട് രൂപം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ നല്ല നമ്മൾ ഉള്ളിൽ കണ്ട സെയിം രീതിയിലുള്ള ഐലൻഡ് ഷീറ്റുകളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ബോക്സ് അടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ വണ്ടി ഒരു ന്യൂജം വണ്ടി തന്നെയാട്ടോ. ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് HD ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കേട്ടികളെ, ഈ വീഡിയോ കളറാവണമെങ്കിൽ ലൈക്കും കമൻറ്റും അടിച്ചോളൂട്ടാ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ടാക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലും കൂടി അടിച്ചോളാം. അപ്പോൾ വീണ്ടും കാണാം.